പയ്യന്നൂരിലെ ഡാസാഡൈൻ റെസ്റ്റോറന്റിലെ മാലിന്യം കാരണം ദുരിതത്തിലായി സമീപത്തെ പെട്രോൾ പമ്പിലെ തൊഴിലാളികളും പൊതുജനങ്ങളും. ദിവസം മുഴുവൻ ഈ കടുത്ത ദുർഗന്ധം ശ്വസിച്ചാണ് പമ്പിലെ ജീവനക്കാർ ജോലി ചെയ്യുന്നത്. ഇത് ഇവരുടെ ആരോഗ്യത്തെ പോലും ഗുരുതരമായി ബാധിക്കുന്ന അവസ്ഥയിലാണ്. പമ്പിൽ ഇന്ധനം നിറയ്ക്കാനെത്തുന്ന വാഹനയാത്രികരും പ്രദേശവാസികളും ഒരുപോലെ ഈ ദുർഗന്ധം കാരണം മൂക്കുപൊത്തേണ്ട അവസ്ഥയിലാണ്. ഹോട്ടലിൽ നിന്ന് കൃത്യമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളില്ലാതെ പുറന്തള്ളുന്ന മലിനജലമാണ് ഈ ദുർഗന്ധത്തിന് കാരണം. ജോലി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ കസ്റ്റമേഴ്സ് എല്ലാവരും വന്ന് പറയുന്നത് ഭയങ്കര സ്മെല്ലാണ്. അധികാരി വർഗത്തോട് പരാതി പറഞ്ഞ് നമ്മൾ മടുത്തു. പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിൻ്റെ മൂക്കിന് താഴെയുള്ള സംഭവമാണിത്. നിങ്ങൾ തന്നെ കാണുന്നില്ലേ എന്തൊരു സ്മെല്ലാണ്. നമ്മുടെ ഒരു കിണർ തന്നെ നശിച്ചു പോയിട്ടാണ്. വെറും ബ്ലാക്ക് കളർ വെള്ളമാണ്. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ മീഡിയക്കാർ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ ഇത് ഇല്ലാണ്ടാക്കാൻ പറ്റും. മീഡിയക്കാർ ശ്രദ്ധിച്ചാൽ വളരെ അബദ്ധം. എങ്ങനെ വരാൻ പറ്റുന്നില്ല. മൂക്ക് പൊത്തി നിൽക്കേണ്ട അവസ്ഥ. നമുക്ക് തന്നെ അസുഖം പിടിപെടുമെന്നുള്ള സംശയമുണ്ട്. ഇത് കുറേ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ കയറി ഇറങ്ങി. ഇനി പിന്നെ ഈ നാറ്റം കൊണ്ട് ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇതിൻ്റെ മണം കൊണ്ട് ഇവിടെ പണിയെടുക്കാൻ പറ്റുന്നില്ല. തലവേദന കൂടിയതുകൊണ്ട് ഞാനിപ്പോൾ ഈ മരുന്ന് തടി മണപ്പിച്ചുകൊണ്ടാണ് പണിയെടുക്കുന്നത്. ഞാൻ പല പ്രാവശ്യം അവരെടുക്കെ വിളിച്ചിട്ടും പോയിട്ടും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ് അവർ തൽക്കാലം എന്തെങ്കിലും ചെയ്യും, പിന്നെയുമില്ല. ഇപ്പം മഴ പെയ്തേപ്പിനെ നല്ലോണം മണമാണ്. ഇന്നിപ്പോൾ അവരെ ഹോട്ടൽ തുറക്കാത്തതുകൊണ്ട് ഇത് മണമില്ല. നമ്മൾ മര്യാദക്ക് പണിയെടുത്തു. ബാക്കി എല്ലാ സമയത്തും മണമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. വരുന്നവർ ചോദിക്കും നിങ്ങൾ എങ്ങനെ ഇവിടെ നിൽക്കുന്നതെന്ന്. ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് നമ്മൾ പണിയെടുക്കുന്നു ഇടുന്ന അത്രയേ ഉള്ളൂ. നാറുന്ന പമ്പ് എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ ഇപ്പം നമ്മളോട് പറയുന്നത് അങ്ങനെ തന്നെ. നാറുന്ന പമ്പ് നമ്മളെ പമ്പിൻ്റെ പേര് അങ്ങനെയാണ് നടത്തിയിട്ടുള്ളത്. നടപടി ഉണ്ടാകുമ്പോൾ താൽക്കാലികമായി മാത്രം പ്രശ്നം പരിഹരിക്കുകയും പിന്നീട് പഴയപടി തുടരുകയുമാണ് ഹോട്ടൽ അധികൃതരുടെ രീതി. നിലവിൽ ഈ ഗുരുതരമായ മാലിന്യ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഹോട്ടലിനെതിരെ ശക്തമായ തുടർ നടപടികൾ സ്വീകരിക്കാൻ നഗരസഭയ്ക്ക് സാധിക്കുന്നില്ല. നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് ഹോട്ടൽ അധികൃതർ നഗരസഭയുടെ നടപടിക്കെതിരെ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയതാണ് ഇതിന് കാരണമെന്നാണ് നഗരസഭ അധികൃതർ നൽകുന്ന വിശദീകരണം. പയ്യന്നൂരിലെ ഡാസാഡൈൻ എന്ന് പറഞ്ഞ ഹോട്ടലിൽ അവർ മാലിന്യ സംസ്കരണ കാര്യങ്ങൾ ശരിയായ നിലയിൽ കൈകാര്യം ചെയ്യാത്തതിനെ സംബന്ധിച്ച് പരാതികൾ നഗരസഭ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ പരാതിയിൽ മുനിസിപ്പാലിറ്റി ഹെൽത്ത് വിഭാഗം പല തവണയായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇടപെട്ടതിനെ തുടർന്ന് അവർ ഒരു സ്ഥാപനം പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ STP ഉൾപ്പെടെ നിർമ്മിക്കണമെന്ന് കാണിച്ച് നഗരസഭ നോട്ടീസ് കൊടുക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. എന്നാൽ ആ നോട്ടീസിനോടൊന്നും ശരിയായ നിലയിലല്ല അവർ പ്രതികരിച്ചിട്ടുള്ളത്. അതിനെ തുടർന്ന് ജില്ലാ എൻഫോഴ്സ്മെൻറ്റും നഗരസഭയുടെ ആരോഗ്യ വിഭാഗവും വ്യത്യസ്തമായ നിലയിൽ പരിശോധന നടത്തുകയുണ്ടായി. ആ സ്ഥാപനം ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് മാലിന്യ സംസ്കരണത്തിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി പാടൂ എന്ന് കാണിച്ച് നഗരസഭാ സെക്രട്ടറികൾ തന്നെ കത്ത് കൊടുത്ത് ആ സ്ഥാപനം തൽക്കാലത്തേക്ക് പൂട്ടിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഇപ്പം നിലവിലിപ്പോൾ ഹൈക്കോടതി സ്റ്റേയിലാണുള്ളത്. 30-ാം തീയതിക്ക് സ്റ്റേ നീട്ടിയിട്ടുണ്ട്. സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്ന അവസരത്തിൽ ഈ പറഞ്ഞതുപോലെയുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങളില്ലെങ്കിൽ കർശനമായ നടപടിയുമായിട്ട് നഗരസഭ മുന്നോട്ട് പോകും. കുറ്റമറ്റ രീതിയിൽ മാലിന്യ സംസ്കരണം നടത്താതെ പൊതുസമൂഹത്തിന് കടുത്ത ആരോഗ്യ ഭീഷണി ഉയർത്തുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ നിയമപരമായ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ നഗരസഭയ്ക്ക് ആർജവമുണ്ടാകണം. പഴുതുകളടച്ചുള്ള ശക്തമായ നിയമ നടപടികളിലൂടെ ഈ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് പയ്യന്നൂരിലെ പൊതുജനങ്ങളുടെ ശക്തമായ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.